എവറിത്തിങ് ഈസ് എ മോഷൻ, എല്ലാം വൈബ്രേഷൻസും എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നടരാജ വിഗ്രഹം കാണിക്കുന്ന ആ ഒരു ഡാൻസ് ഫോമും ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ഒരു മൂമെൻ്റ് ഉണ്ട്, എപ്പോഴത്തിന് എല്ലാത്തിനും ഒരു മോഷൻ ഉണ്ട്, എല്ലാത്തിനും മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ ഫ്രിഡ്ജോഫ് കാപ്ര ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബാറ്റോമിക് പാർട്ടിക്കിൾ തലത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഇതുമായിട്ടൊരു പാരലൽ ഫ്രിഡ്ജോഫ് കാപ്രയെ പോലുള്ളൊരു വ്യക്തിക്ക് കാണാൻ സാധിച്ചു. ബിക്കോസ് ഹി വാസ് അക്വൈൻറ്റഡ് വിത്ത് ഈസ്റ്റേൺ തോട്ട് ഓൾസോ. ഓപ്പൺഹൈമറൊക്കെ പോലെ, പല ഹൈസൻബർഗിനെയൊക്കെ പോലെ ഇതിനെ കാണാൻ സാധിച്ചിട്ടുള്ള ആൾക്കാർ അവരൊക്കെ. സോ കാപ്ര എഴുതി വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടു ദ മോഡേൺ ഫിസിസിസ്റ്റ് ശിവ, ദ ഡാൻസ് ഓഫ് ശിവ ഈസ് ദ ഡാൻസ് ഓഫ് ദ സബാറ്റോമിക് പാർട്ടിക്കിൾ എന്നെങ്ങാണ്ടാണ് എഴുതി വെച്ചത് അദ്ദേഹം. ആ പുസ്തകത്തിലെ വരിയതാണ്. അതെ. അപ്പോൾ അദ്ദേഹം അത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ പാരലൽ അവിടെ കണ്ടോണ്ടാണ്. ഫിസിക്സാണ് ഡാൻസ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ പഴയ കാലത്തെ മഹർഷിമാരുടെ ഒരു കാഴ്ചപ്പാടും മോഡേൺ കാലത്തെ ഫിസിസിസ്റ്റുകളുടെ കാഴ്ചപ്പാടും ഒരു പോയിന്റിൽ വരുമ്പോൾ കൺവെർജ് ആവണോ, അത് തന്നെയാണ് ഇത്. നമ്മൾ ഉൽപ്രേക്ഷ എന്ന് പറയില്ലേ, അത് താനല്ലയോ ഇത് എന്ന് പറയുന്നത് പോലെ ഒരു ചേർച്ച വരലാണ്. ഈ നടരാജ വിഗ്രഹത്തിന്റെ സ്ട്രക്ചറിൽ ഒരു ഡ്വാർഫിനെ ചവിട്ടി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതെന്താണ് ശരിക്കും സിംബലൈസ് ചെയ്യുന്നത്? അത് മുയലകൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരനാണ്. അത് അപസ്മാര എന്നും പറയും. അപസ്മാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മളെ എന്താണോ നമ്മുടെ ഒരു ബാലൻസിൽ നിന്ന് മാറ്റുന്നത്, അത് അപസ്മാരമാണ്. അതായത് നമ്മൾ പ്രപഞ്ചത്തിനൊരു ഋതമുണ്ട്, ആ ഋതത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് എന്തിനേയും ഭഗവാൻ ആ ഒരു കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതായത് താളം തെറ്റിക്കുന്ന എന്തിനേയും അവിടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ശരിക്കും. അതായത് താളക്കേടുകൾ എന്തുണ്ടാക്കണോ പ്രപഞ്ചത്തിൽ, അത് ലാർജസ്റ്റ് സ്കെയിലാണെങ്കിൽ ശരി, ഏറ്റവും സ്മോളർ സ്കെയിലാണെങ്കിൽ, മാക്രോകോസം ലെവലിലാണെങ്കിൽ ശരി, മൈക്രോകോസം ലെവലിലാണെങ്കിൽ ശരി, ബ്രഹ്മാണ്ടത്തിൻ്റെ തലത്തിലാണെങ്കിൽ ശരി, പരമാണുവിൻ്റെ തലത്തിലാണെങ്കിലും ശരി, അതിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പ്രപഞ്ചം തെറ്റി. ഈ താളത്തിൻ്റെ ഒരു ക്രമമുണ്ട്, ആ ക്രമമാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഋതമല്ല, ഇംഗ്ലീഷിൽ ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണമിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ എന്ന് പറയുന്നത്. ഈ ഋതം തന്നെയാണ് ഇംഗ്ലീഷിൽ ഋതമാണത് പിന്നീട് ഇൻ എ സ്മോളർ സെൻസ്. കാരണം രണ്ട് ഇൻഡോ ആര്യൻ ലാംഗ്വേജ്, ലാറ്റിൻ റൂട്ട് അതാണല്ലോ വരണത്. അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. സംസ്കൃതത്തിനും ഇതിനൊക്കെ ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം മുയലകൻ അപസ്മാര ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ബോഡിയിൽ അപസ്മാരം ഇളകുമ്പോൾ, നമ്മൾ ആ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് പോലും നിയന്ത്രണമില്ലാത്ത വിധത്തിലാണ് പെരുമാറുക. ഫിറ്റ്സിന് അപസ്മാരം എന്നാണല്ലോ പറയുക സംസ്കൃതത്തിൽ. ആയുർവേദത്തിലും അപസ്മാരം, നാടൻ ഭാഷയിൽ ഫിറ്റ്സിനെ പറയുന്നതാണ് എപ്പിലെപ്സി എന്ന് നമ്മൾ പറയണതിന്. അതൊരു രോഗാവസ്ഥയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ഓർമ്മയ്ക്ക് വരുന്ന ഭ്രംശം, പ്രശ്നം, സ്മാരം വെച്ചാൽ ഓർക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ചുകൂടെയൊക്കെ സംസ്കൃതം നന്നായിട്ട് അറിയണവർക്ക് അതിനെ ഭംഗിയായിട്ട് ഇനിയും പറഞ്ഞു തരാൻ പറ്റും. അതിന് താളം പോവുക. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കോർ ബീയിങ്ങിൻ്റെ താളത്തിനെ തന്നെ, ഏത് താളവും നിൽക്കുന്നത് തൊട്ട് മുമ്പുണ്ടായ താളത്തിൻ്റെ ഓർമ്മയിലാണ്. അപ്പോൾ ആ ഓർമ്മയുണ്ടെങ്കിൽ അടുത്ത് റിപ്പീറ്റ് ആവുള്ളൂ അതേ ഫ്രീക്വൻസിയിൽ. സോ നമ്മളൊരു തിൻ ലൈനാണ് അത് മനസ്സിലാക്കിയ. ആ താളം തെറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെർസർക്കാവും, കംപ്ലീറ്റ് ചാവട്ടിക്കായി പോകും. ആ ചാവസിൻ്റെ ഫീല് വരാതിരിക്കാൻ, അട്ടർ എന്താ പറയുക കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ മൊത്തം തകർന്ന് തരിപ്പണമായി പോവുക. അപ്പോൾ എന്തൊക്കെ എലമെൻറ്റുകളുണ്ടോ ആ താളക്രമത്തിനെ മാറ്റാൻ, അത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഒരു വലിയ താളത്തിനെ നശിപ്പിക്കാൻ. ഒരു ചെറിയൊരിത്, ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ ജയൻറ്റ് വീൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഗിയറിനോട് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം പോയി വീണാൽ, ഒരു ചെറിയൊരു സാധനം വേണം ഇത്രയും വലിയൊരു സിസ്റ്റം ഇല്ലാണ്ടായി പോകും അല്ലേ. അതുകൊണ്ട് അവൻ വളരെ ചെറുതാണ്, ഈ അസുരൻ വളരെ ചെറുതാണ്. അവനവിടെ കാൽക്കൽ ചവിട്ടി പിടിച്ചു. അപ്പോൾ താളത്തിന് വിഘാതം വരുത്തുന്ന വസ്തു എന്നർത്ഥം ഒന്ന്. രണ്ട്, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അറിവില്ലായ്മ, ഇഗ്നോറൻസ്, ഈഗോ, ഇതിൻ്റെ ഒക്കെ സിമ്പിളായിട്ടും പറയും. കാരണം ഇഗ്നോറൻസും ഈഗോയും ഒക്കെ വർദ്ധിക്കുമ്പോഴാണ് കോപം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. കോപം വരുമ്പോഴാണ് നമ്മൾ നിലവിട്ട് പെരുമാറുക. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്സ് വന്ന മാതിരിയാണ്, എപ്പിലെപ്സി വന്ന് അപസ്മാരം വന്ന മാതിരിയാണ് നമ്മൾ കോപം വന്നാൽ പെരുമാറുക. പലരും ആകെ ബഹളവും വേറും മടിയും അല്ലേ, ഒരു നാക്ക് കടിച്ച് കണ്ണുരുട്ടി. അപ്പോൾ അപസ്മാര ലക്ഷണങ്ങളായിട്ട് പറയുന്നതൊക്കെ കോപത്തിലുണ്ട്.
ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ രോഗാവസ്ഥയിൽ എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയെ വീണ് കിടന്ന് പിടയ്ക്കുകയല്ലേ, നാക്ക് കടിച്ച് നൊരയും പതിയും വന്ന് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു രോഗാവസ്ഥ ബുദ്ധിയെ ബാധിക്കുന്ന, സദ്ബുദ്ധിയെ ബാധിക്കുന്ന, വിവേചന ശക്തിയെ, നമ്മുടെ ഡിസേൺമെൻറ്റിൻ്റെ സെൻസിനെ ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ താളം തെറ്റിക്കും. അതേമാതിരി മാക്രോ കോസ്മിക് ലെവലിൽ പ്രപഞ്ചത്തിൻ്റെയും താളം തെറ്റിക്കും. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അപസ്മാരം എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഒരു ഊർജ്ജമണ്ഡലത്തിൻ്റെ ഉള്ളിൽ, ഈ പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഈ അഗ്നിമണ്ഡലം വാസ്തവത്തിൽ പ്രപഞ്ചത്തിൻ്റെ എനർജി ഫ്ലോ ആണ്. ആ എനർജി ഫ്ലോയിന് വിഘാതം വരുത്തുന്ന വസ്തുവാണ് വൻ. അങ്ങനത്തെ എന്ത് ഫാക്ടറും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. എനർജിയുടെ ഒരു ഒഴുക്കിന് തടസ്സം വരുത്തുന്ന എന്തും ആ അപസ്മാരം റെപ്രസെൻ്റ് ചെയ്യണം. അവനെ ചവിട്ടി പിടിച്ചിരിക്കുക. അതും വളരെ ലഘുവായിട്ടാണ്, ഒറ്റ വിരലോണ്ടാണ് ചവിട്ടിയിരിക്കുന്നത്. കാലോണ്ട് ചവിട്ടിയല്ല, ഒരു വിരലോണ്ടാണ് ചവിട്ടി പിടിക്കുക, അത്രയേ ഉള്ളൂ. ഡ്വാർഫ് ഓഫ് ഇഗ്നോറൻസ്. ഡ്വാർഫ് ഓഫ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ വളരെ ലഘുവായിട്ടൊരു പ്രയത്നം, ശ്രദ്ധാപൂർവ്വമുള്ളൊരു പ്രയത്നം മതി വാസ്തവത്തിൽ ഇതിനൊക്കെ വരുതി കൊണ്ടുവരാൻ. അതിന് വലിയ എഫർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആ ശ്രദ്ധാപൂർവമായിട്ട് ഉള്ള ഒരു ലഘുവായ പ്രയത്നം പോലും നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഇന്നർ മീനിങ് അതും കൂടി ഉണ്ട്. അതായത് വിരലുകൊണ്ട് മാത്രം വളരെ സട്ടിലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഒന്ന് തൊട്ടല്ലേ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒന്നും ഇങ്ങനെ തൊട്ടിട്ടാണ് നിൽക്കുന്നത്. അത് വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് പറയണ ഒരു ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇത് തന്നെ നമ്മൾ സാധാരണ ധ്യാനം പഠിപ്പിക്കുമ്പോൾ ചിന്തകൾ മനസ്സിൽ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു അനോളജി ആയിട്ടും പറയാറുണ്ട്, ഫിസിക്സിലും പറയാറുണ്ട്. സമുദ്രത്തിൽ ജലമുണ്ട്, അതിന് മാറ്റമില്ല. പക്ഷെ അതിൽ ഒരു ക്രമത്തിൽ തിരകൾ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകണം. ഒരു ക്രമം ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ കോൺസ്റ്റൻസിയിൽ ഒരു സംഭവമുണ്ട്, അതിന് മാറ്റമില്ല. പക്ഷെ അതിലൊരു ഋതമുണ്ട്. ഈ ഋതത്തിനെ കീറി മുറിച്ചുകൊണ്ടൊരു ബോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു വലിയ കപ്പൽ പോവുക, എന്തെങ്കിലും ഒരു വിഘാതം അവിടെ സംഭവിച്ചാൽ ഈ കാറ്റൊന്ന് ഗതി മാറി, ആ താളത്തിന് അവിടെ മാറ്റം വന്നു. പ്രപഞ്ചത്തിൻ്റെ ബേസ് ബോഡിയായിട്ടുള്ള വെള്ളത്തിനൊരു മാറ്റവും വരുന്നില്ല. പക്ഷെ അതിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നു അല്ലേ. ചിലപ്പോൾ ആ വഴിതെറ്റി വരുന്ന ഒരു കാറ്റ് ആ കടപ്പുറം നശിപ്പിച്ചേക്കാം. അതെ, കാരണം ആ താളത്തിൽ തെറ്റിൽ വന്നു, താളം വിഘാതം സംഭവിച്ചു. അതിൻ്റെ ഒരു കോർ ഋതമുണ്ട്, ആ ഋതത്തിന് വിഘാതം സംഭവിച്ചു. അങ്ങനെ ഋതത്തിന് വിഘാതം വരുന്ന എന്തും, ഋതത്തിന് വിഘാതം വന്നാൽ ഓട്ടോമാറ്റിക്കലി ധർമ്മത്തിന് പ്രശ്നമാണ്. കാരണം ധർമ്മം കൊണ്ടാണ് പ്രപഞ്ചം നിൽക്കുന്നത്. വാട്ട് എവർ ആക്ടിവിറ്റീസ് ബൈ വിച്ച് ദി യൂണിവേഴ്സ് സസ്റ്റെയിൻസ്, അതാണ് ധർമ്മം. എന്തൊക്കെ ആക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ പ്രവൃത്തികൾ കൊണ്ടാണോ ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്, നമ്മൾ നിലനിന്ന് പോകുന്നത്, അത് നമ്മുടെ പേഴ്സണൽ തലത്തിലുള്ള ധർമ്മം, മറ്റേത് കോസ്മിക് തലത്തിലുള്ള ധർമ്മം. ഇത് നടക്കണമെങ്കിൽ നമ്മുടെ അകത്ത താളവും ആ താളവും ഒന്നും തെറ്റരുത്. അങ്ങനെ തെറ്റിപ്പിക്കണം എന്തൊക്കെയുണ്ടോ അത് അപസ്മാരം. അതിനെ ഭഗവാൻ വളരെ എഫർട്ട്ലെസ് ആയിട്ട് ചവിട്ടി പിടിച്ചിരിക്കുന്നു. അവന് തല പൊക്കാൻ പോലും പറ്റുന്നില്ല. അത് അവൻ ഞെരിഞ്ഞു കിടക്കണമെന്നാണ് പറയണത്. ഭഗവാന്റെ ചവിട്ട് മുഴുവൻ അവനാണ് കിട്ടണത്. അവൻ എണീച്ച് ഓടാൻ പോലും പറ്റില്ല. അവൻ നാളെ ഒരു സമയത്ത് വീണ്ടും എണീച്ച് വന്ന് ഭഗവാൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പോലും ഒരു അവസരം കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ഒരു ചെറിയ സാധനമാണെന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്വാർഫ് എന്ന് കൊടുക്കാനും കാരണം. അതെ, അത് കുള്ളനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് വലിയ അസുരനൊന്നുമല്ല. അതായത് ശ്രദ്ധ പോകാൻ, താളം തെറ്റാൻ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും മതി. ബ്യൂട്ടിഫുള്ളി റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. നേരത്തെ ശരത്തേട്ടൻ തന്നെ പറഞ്ഞു, വെറുതെ എല്ലാ വെച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ഓരോ സാധനങ്ങളും അതിൻ്റെയൊക്കെ ഇന്നർ മീനിങ് ഭയങ്കര. കാരണം സയൻസ് ഔട്ടർ വേൾഡിൽ എവിഡൻസ് അന്വേഷിക്കുന്ന സമയത്ത് ഇന്നർ വേൾഡിൽ എക്സ്പീരിയൻസ് അന്വേഷിച്ച മഹർഷിമാരുണ്ടാക്കിയത് അത്. അതെ, അത് രണ്ടിൻ്റെയും പോയിൻ്റ് ഒരു സർട്ടൺ ഏരിയ വരുമ്പോൾ റെസൊണേറ്റ് ചെയ്യും, തോട്ട് റെസൊണേറ്റ് ചെയ്യണ്. അല്ലാണ്ട് ഇത് അതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതായത് കോസ്മിക് മോഷനെ ഫിസിക്സ് പഠിക്കുമ്പോൾ, പാർട്ടിക്കിൾസിൻ്റെ ഇത് പഠിക്കുമ്പോൾ അതിലെന്ത് വിഘാതം വരണോ ആ മോഷനെ തടസ്സപ്പെടുത്തണം. അതും മുയലകനും അപസ്മാരമാണ് എന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവണോ. അവരതിനെ വേറെ എന്തെങ്കിലും ഒരു ഫോഴ്സ് പറയും, വേറൊരു പേരായിരിക്കും ഇട്ട് വിളിക്കുക. അപ്പോൾ ഇവരിവിടെ കോസ്മിക് മോഷൻ പഠിച്ചു വരും, ഋഷിമാർ ഇവിടുന്ന് കോസ്മിക് ഡാൻസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഒരു എവിഡൻസ് ബേസ്ഡ് വസ്തുവിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
അതെ അതെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സിമ്പിളായിട്ട് ഇപ്പുറം മാറും ഡാൻസ്. അങ്ങനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിന് കിടന്ന് വാളെടുത്തിട്ട് ഇത് അതല്ല എന്ന് പറഞ്ഞാൽ അലറേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം. ഞാൻ അടുത്തൊരു പോയിന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ സ്പിരിച്വാലിറ്റിയും പറയുന്നു, ശരത്തേട്ടൻ തന്നെ പറഞ്ഞു, നമ്മൾ രണ്ട് ഡയറക്ഷനിലോട്ട് നോക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ 2 ഡയറക്ഷനിലോട്ട് നോക്കുന്നതാണ് ചില ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ ദർ ഇസ് വൺ പ്ലേസ് വെയർ ഇറ്റ് കംസ് ടുഗെദർ ആൻഡ് ഒരു ബോണ്ടിങ് ഏരിയയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോണ്ടിങ് ഏരിയയിൽ തന്നെ ഉള്ളപ്പം ഇതിനകത്ത് ഇനിയും പാരലൽസ് ഉണ്ടോ, അതോ ഇറ്റ് ഇസ് ജസ്റ്റ് വൺ ബോണ്ടിങ് ഏരിയ ആൻഡ് ഇതിന് പറയുന്നതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും സെയിം മീനിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അതോ ഇന്നർ പാരലൽസ് വേറെ? എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ ഇതിന് സത്യം പറഞ്ഞാൽ ഇത് പാരലലും അല്ല ബോണ്ടിയും, ഇത് രണ്ടും ഒന്നാ. റൈറ്റ്, ഓക്കെ. ഒന്ന് പുറത്ത് അന്വേഷിക്കുമ്പോൾ അതിനെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യലാണ് മറ്റേത്. അത്രേ ഉള്ളൂ. പുറത്ത് അന്വേഷിക്കണ വസ്തുവിൻ്റെ അകത്തെ എക്സ്പീരിയൻസ് ആണ്. പുറത്ത് അന്വേഷിക്കണ പ്രക്രിയ നമ്മൾ സയൻസ് വിളിക്കും, അകത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അത് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറേ ജന്മം ജനിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. നൈസ്. ശരത്തേട്ട, ഈ നമ്മൾ ഈ കോസ്മിക് ഡാൻസ്, താണ്ഡവ നൃത്തം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഡാൻസ് ഫോമിലും ഒരുപാട് സാധനങ്ങളുടെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് ഉണ്ട് എന്ന് പറയുന്നു, ഡാൻസ് ഫോം എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഈ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ആയാലും ഡാൻസിൻ്റെ ആയാലും ലാംഗ്വേജിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ശരിക്കും സ്റ്റാർട്ട് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു നടരാജ നർത്തനത്തിലുള്ളതാണോ, അതോ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആക്കാൻ ഇതിൽ നിന്നുള്ള എലമെൻറ്റ്സ് എടുത്തതാണോ? ഇതിലുള്ളതാണ് പുറമേക്ക് സ്ട്രക്ചേർഡായിട്ട് വന്നിട്ടുള്ളത്. ഇതിലുണ്ട്, എല്ലാം പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ അതിനെ ഒബ്സർവ് ചെയ്ത് വേണ്ട പോലെ പുറത്തെടുക്കണമെന്ന് മാത്രം. ഇപ്പം നമ്മൾ സംഗീതത്തിൽ പറയും ഷഡ്ജം ഋഷഭം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഷഡ്ജ കുയിലിൻ്റെ ശബ്ദം, ഋഷഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ മുക്കുറയുടെ ശബ്ദം അല്ലേ? ഈ ക്രമത്തിലല്ലേ നമ്മൾ സംഗീതത്തിൽ പോലും എടുത്തത്. അപ്പോൾ എന്താ, അത് അവിടെ കണ്ടിട്ടാണ് ഇവിടേക്ക് എടുത്തിട്ടുള്ളത്. അവിടെ ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കണം നമ്മുടെ ഒരു യൂസേജിനെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതായത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അതിൽ ആരോപിച്ചതല്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് അതിലുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് പറഞ്ഞതല്ല, അതിലുണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ അടിസ്ഥാനം തന്നെ നോക്കൂ. നടരാജ നൃത്തം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിനെയാണ്, അടിസ്ഥാന താളത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നടരാജ നൃത്തം കൊണ്ടുണ്ടാവുന്ന ആദ്യത്തെ ശബ്ദമാണ് സൃഷ്ടി എന്ന് നമ്മൾ പറയേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സയൻസ് അല്ല പറയണം, പ്യുവർലി ആധ്യാത്മികത പറയണം. ആ നാദബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, താളക്രമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നാദബ്രഹ്മം ഈ താളക്രമത്തിൻ്റെയും വ്യത്യസ്ത രൂപങ്ങളല്ലേ സംഗീതത്തിലും നൃത്തത്തിലും ബാക്കിയുള്ള സകല കലാരൂപങ്ങളിലും വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ എവിടെ ഇരിക്കണത്? മുഴുവൻ അവിടെയല്ലേ ഇരിക്കണം. എല്ലാറ്റിൻ്റെയും മൂലാവസ്ഥയാണത്, എല്ലാറ്റിൻ്റെയും റൂട്ടാണ്, അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും റിപ്പോസിറ്ററിയാണ്. അതിനെ ഓരോരുത്തർ കാലാകാലങ്ങളിലെടുത്ത് അവരവരുടെ ഐഡിയകൾ കൂടെ ചേർത്ത്, ഇവിടെ ഐഡിയ ചേർത്തെന്ന് പറഞ്ഞാൽ ആ ഐഡിയ പോലും ആ പ്രപഞ്ച ശരീരത്തിൽ നിന്നാണ് വരുന്നത്. ദെർ ഇസ് നത്തിങ് ന്യൂ ടു കം. അതാണല്ലോ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിന് പൂർണ്ണം ചേർത്താൽ പൂർണ്ണം, അതിന് മൈനസ് ചെയ്താലും പൂർണ്ണം, അതിനെ ഡിവൈഡ് ചെയ്താലും ഹരിച്ചാലും കുടിച്ചാലും ഒക്കെ ഒരേ വസ്തു. മണിച്ചത്താള് ലാൽസാർ പറഞ്ഞ ഹരിച്ചാലും കുടിച്ചാലും അതന്നെ. അപ്പോൾ അത് എങ്ങനെ പോയാലും അത് ഒറ്റ വസ്തു തന്നെ നിൽക്കുകയുള്ളൂ ഇത്. അപ്പോൾ ഇത് എല്ലാം അതിലുണ്ട്. അതിന്ന് ആവശ്യാനുസരണം പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് സ്രോതസ്സായിട്ട് എന്ന് പോലും പറയാം. കാരണം നമുക്ക് പോലും എൻഡ് ഓഫ് ദി ഡേ നടരാജ നൃത്തം കാണുമ്പോൾ നടരാജ നൃത്തത്തിന് 3 ഘടകങ്ങളുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. 1 നർത്തകൻ, 2 നൃത്തം, 3 അത് കാണുന്ന ആൾ. കാണാനാണോ? നർത്തകൻ, നൃത്തം, കാണുന്ന ആൾ. എപ്പോഴും പറയും ശ്രീപാർവതിയാണ് കാഴ്ചക്കാരിയെന്ന്. പാർവതി പ്രകൃതിയാണ്. പ്രകൃതി വെച്ചാൽ നമ്മളാ, ശരീര. ഈ പ്രകൃതിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരാളാണ്. ചുരുക്കി പറഞ്ഞ നർത്തകൻ, നൃത്തം, കാണുന്ന ആൾ, ഇത് 3 ഒന്നാ. കാരണം ഈ നൃത്തത്തിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളാണ്. അതേ ഈക്വൽ മെഷറിൽ കളിക്കുന്നവനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നായി. അതോടുകൂടിയിട്ട് നീ എന്നുള്ളതൊക്കെ വേറെ പോയി. അവിടെ ഡാൻസ് മാത്രമേ ഉള്ളൂ. അവതരിപ്പിക്കണവനും കാണുന്നവനും നൃത്തത്തിൽ ലയിച്ചു.
പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ ലയിച്ചു എന്നുള്ളതാണ്. ഫിസിക്സിൽ ഇത് തന്നെ സംഭവിക്കുന്ന എന്താ പറയുക, സബാറ്റോമിക് പാർട്ടിക്കിൾ ഡാൻസർ, അതിൻ്റെ വൈബ്രേഷൻ ഡാൻസ്, അതിൻ്റെ അനുഭവം വരുന്ന പദാർത്ഥം എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണോ അതാണ് അതിൻ്റെ വിറ്റ്നസ്. ഇപ്പോൾ സാക്ഷി എന്ന് പറയുന്നതും അവതരിപ്പിക്കുന്നവനും ഒന്നായിട്ട് മാറും, ഫിസിക്സിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. അതിന് വേറിട്ടൊരു സ്റ്റാൻസ് ഇല്ല. പിടിയിട്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് ഉളവായി വരുന്ന ഏത് ശാസ്ത്രശാഖയോ സംഗീതശാഖയോ കലാശാഖയോ എന്തോ വാട്ടവർ എല്ലാം അതിൽ തന്നെ അടങ്ങിയിരിക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഈസി ആയിട്ട് കിട്ടും, കാണാൻ സാധിക്കണം. മൈൻഡും കൂടെ വേണം. അതെ, മൈൻഡും കൂടെ വേണം. അതെ, നേരത്തെ പറഞ്ഞ അടച്ച മൈൻഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റാച്ചു ഒരു ശരത്തേട്ടൻ ഇപ്പോൾ പല ടൈപ്പിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നാലും ഒന്നും കൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു കുട്ടി കാണിച്ചാൽ ആ കുട്ടിക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? വളരെ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു റിംഗ് ഓഫ് ഫയറിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്, അതിൻ്റെ റീസണിങ് എങ്ങനെ പറയാൻ പറ്റും? ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഹൗ ഗോഡ് ഡാൻസസ് ലൈഫ് ഇൻ ടു ദി യൂണിവേഴ്സ്. അതായത് എങ്ങനെയാണ് കളിച്ചു നൃത്തത്തിൽ, അതായത് ജീവൻ്റെ ഒരു നൃത്തത്തിൽ കൂടെ എങ്ങനെ ജീവനെ ഉണർത്തുന്നു. അതായത് ഈ കാണായ വൈബ്രൻസി മുഴുവൻ ഈശ്വരൻ ഉണ്ടാക്കിയെടുക്കും. ഇല്ലെങ്കിൽ ഇത് വെറും ജഡവസ്തുവാണ്, ഡെഡ് മാറ്ററാണ്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം ബാറ്ററി ഇല്ലാത്തൊരു കാർ ഓടില്ല, ബാറ്ററി ഇട്ടാലേ കാർ ഓടുള്ളൂ. ആ ബാറ്ററിയുടെ അകത്തൊരു വേറെ എനർജി ഉണ്ട്, ആ എനർജിയാണ് ആ കാറിനെ ഓടിക്കുന്നത്, അല്ലേ? അതുമാതിരി നമ്മുടെ കാണായ പ്രപഞ്ചത്തിനെ മുഴുവൻ എനർജിയുടെ ആ ഒരു റണ്ണിങ്ങിലേക്ക്, ലൈഫിൻ്റെ ഒരു വൈബ്രൻസിയിലേക്ക് ഏതൊരു ഡാൻസ് കൊണ്ടാണോ ഈശ്വരൻ എടുത്ത് ഉയർത്തുന്ന ആ ഡാൻസാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കും. കുട്ടി വളർന്നു വരുമ്പോൾ ബാക്കി കണ്ടുപിടിച്ചോളും. ലൈഫും കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നൊരർത്ഥവും കൂടിയാണ്. ലൈഫിൻ്റെ വൈബ്രൻസിയാണ്. അതെ അതെ. അപ്പോഴല്ലേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു കൊച്ചുകുട്ടി എപ്പോഴും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കണം. നമ്മളും കുട്ടികളാകുമ്പോൾ നാളെ ഞാൻ വലുതാകുമ്പോൾ നമ്മൾ ജീവിതത്തിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ബിൽഡ് ചെയ്യണത്. ഒരു പ്രായം എത്തുമ്പോഴാണ് നമ്മൾ വലിയ മീനിങ്ങുകൾ അന്വേഷിക്കുക. കുട്ടി മീനിങ് അന്വേഷിക്കണം എന്നില്ല, അതെ, മനസ്സിലായില്ലേ? അപ്പോൾ മീനിങ് അന്വേഷിക്കുന്നതിന് മുമ്പ് ജീവിതത്തിനെ വളരെ വിടർന്ന കണ്ണുകളോടെ കാണുന്നൊരു കുട്ടിക്ക് ജീവിതത്തിൻ്റെ നൃത്തമായിട്ട് തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ജീവിതത്തിൻ്റെ നൃത്തം, ദിസ് ഓൾ അബൌട്ട് ലൈഫ്, അല്ലേ? അതും ഈവൻ പറയാറുണ്ട്, ലൈഫാണ് നടരാജമൂർത്തി, നൃത്തമാണ് പ്രപഞ്ചം, അതിൽ നിന്ന് ഉളവാവണ ജോയാണ് അതിൻ്റെ റിസൾട്ട് എന്ന്. മനസ്സിലല്ലേ? ഭഗവാൻ ജീവിതത്തിനെ റെപ്രസെൻ്റ് ചെയ്യണു, ജീവിതത്തിൻ്റെ താളാത്മകമായിട്ടുള്ള നൃത്തം ഈ പ്രപഞ്ചത്തിൽ. അതാണ് നമ്മൾ ചിത്സഭ, ചിദംബരം എന്ന് പറയുന്നത്. ചിത്സഭ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നൃത്തം ചെയ്യുന്ന സ്ഥലം, ഹൃദയത്തിൻ്റെ സഭ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അത് വേറെ തലത്തിൽ പോയി, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു ഏരിയ ആണത്. അല്ല, ഇപ്പം അത് പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് ചിദംബരം ഇതിന് പറ്റുന്ന, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഡാൻസ് ഫോം അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ഒരു ഫോം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ചിദംബരം എന്ന് പറയാൻ കാര്യം അത് അങ്ങനെയല്ല, അതൊക്കെ പിൽക്കാലത്ത് പറഞ്ഞാക്കിയതായിരിക്കും. സി, എൻഡ് ഓഫ് ദി ഡേ ഇത് ആദ്യം കണ്ട ആൾ ഇരുന്ന സ്ഥലമായിരിക്കും. അത് ആരുടെ മുന്നിലാണോ ഈ തോട്ട് ആദ്യം മാനിഫെസ്റ്റ് ആയത്, അത് വേറെ പതഞ്ജലിയും വ്യാഘ്രവാദനുമാണ്. അവർക്കുണ്ടായ ആ റെവലേഷൻ ഉണ്ടല്ലോ. എങ്ങനെയാണോ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഫിസിസിസ്റ്റ് ഈ സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ഡാൻസ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ വൈബ്രേഷൻ കണ്ടുപിടിക്കുന്നത്, അതുമാതിരി അവരൊരു ഇൻവെൻറ്റേഴ്സാണ് ഇൻ ആൻ ഇൻറ്റേർണൽ വേൾഡ്. അത് ആദ്യം അവർ കണ്ട സ്ഥലം, അവർ ദ്രഷ്ടാക്കളായ സ്ഥലം, ദർശിച്ച സ്ഥലം, അത് ചിദംബരം. ശരത്തേട്ട, നമ്മുടെ ക്വിക്ക് ഫയർ റൗണ്ട് ഓൺ കോസ്മിക് ഡാൻസ് വേൾഡ് ഒന്ന് ശ്രമിച്ചാലോ? റാപ്പിഡ് ഫയർ. അതെ, നോക്കാം, പറയൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നടരാജ ഇൻ വൺ വേർഡ് എന്തായിരിക്കും പറയാൻ പറ്റുക? താളം. താളം, താളം മാത്രം. ഓക്കെ, താളം, അതിൻ്റെ മുകളിൽ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ഡമരു, ഫയർ, 2 എലമെൻറ്റ് കയ്യിലുണ്ട്. ഇതിലേതായിരിക്കും ശരത്തേട്ടനെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ ലൈഫിൽ കുറച്ചും കൂടെ ദിസ് വുഡ് ബി ബെസ്റ്റ് ഇന്നത്തെ? ഡമരു.
ഡമറു കാരണം എല്ലാത്തിൻ്റെയും ക്രിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് നാദം ഉണ്ടാവുന്ന അവിടെ നിന്നാണ്. നാദത്തിൽ നിന്നാണല്ലോ സകലതും തുടങ്ങണം. നമ്മുടെ സങ്കല്പവും അങ്ങനെയാണ്, അല്ലാണ്ട് പറ്റില്ല. കാരണം നാദം എന്ന് പറയുന്നത് വെറുതെ ശബ്ദം എന്നല്ല അർത്ഥം, ഊർജം എന്നർത്ഥം. എനർജി എന്നാണ് സകലതും ഉണ്ടാവുന്നത്. ഫിസിക്സും അതാ പറയണത്, എനർജിയാണ് എല്ലാം. അപ്പോൾ എനർജിയിലാണ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡമരുവാണ്. സയൻസ് പ്യുവർലി ഓൺ ഇക്വേഷൻസ് ആണ്. സ്പിരിച്വാലിറ്റി എന്തായിരിക്കും? എക്സ്പീരിയൻസ് ആണ്, കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് അല്ലാണ്ട് ഒന്നും സ്പിരിച്വാലിറ്റി ഇല്ല. ചേർത്തേട്ടാ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഡാൻസ് ഓർ ഭരതനാട്യം, വിച്ച് എക്സ്പ്ലെയിൻസ് കോസ്മോസ് ബെറ്റർ വേ? Subatomic particles expresses it in terms of numbers. Okay. ഭരതനാട്യം expresses it in terms of beauty. ഒറ്റ കാര്യമാണ്, ഒന്ന് നമ്പറിൽ പറയും, ഒന്ന് ബ്യൂട്ടിയിൽ പറയും. രണ്ടും പ്രപഞ്ചത്തിനെ നോക്കിക്കാണുകയാണ്, പ്രപഞ്ചത്തിൻ്റെ താളം നോക്കിക്കാണുകയാണ്. ഭരതനാട്യം എന്നല്ല, എനിക്ക് തോന്നുന്നു ഏത് ക്ലാസിക്കൽ നൃത്തത്തിനും സ്വഭാവമുണ്ട്. സൗന്ദര്യത്തിൽ കൂടെ സൗഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്താണോ പുഷ്ടിയായിട്ടിരിക്കുന്നത്, അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നത്, അത് സൗഹു. അതാണ് നമ്മൾ ബാലാമന്ത്രത്തിലും വരുന്നത്. അതുള്ളത് സൗന്ദര്യം, അതാണ് അർത്ഥം. നമ്മൾ റോബസ്റ്റായിട്ടിരിക്കുക പോലെ. നമ്മളിപ്പോൾ ഒരു പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയും ഇത് കറക്റ്റ് പാകമാണ്. മറ്റ് കുറച്ച് ദിവസം, ഒരു ദിവസം പഴക്കമുണ്ടെങ്കിൽ അറിയും, ഒരു ദിവസം അങ്ങോട്ട് കടന്ന ചീഞ്ഞുണ്ടെങ്കിലും അറിയും. പച്ചപ്പണ്ടി എങ്ങനെയാണ് അറിയണത്? ഉള്ളിൽ നിന്ന് അറിയണത്. ഇതാരും നമുക്ക് പഠിപ്പിച്ചു തന്നല്ല. ആ തിരിച്ചറിയണ ദി ഓപ്റ്റിമൽ ലെവൽ ഉണ്ടല്ലോ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിലും. നമ്മൾ പറയും മനുഷ്യ യൗവനം, കറക്റ്റ് പ്രായം, അല്ലെങ്കിൽ ഒരു വസ്തു ഇത് പാകം, ഈ പാകം, ഈ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ആ അതുള്ളത് സൗന്ദര്യം എന്നാണ്. അപ്പോൾ അതിലാണ് അത് ഉള്ളിൽ നിന്ന് ഉള്ളിലേക്കുള്ള വൈബ്രേഷൻ ആയതുകൊണ്ടാണ് ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഞാനൊന്ന് എലാബറേറ്റ് ചെയ്തു, റാപ്പിഡ് ഫയറാണ് എന്നാലും പറയുക. അപ്പോൾ ഫിസിക്സ് ചെയ്യുന്നത് പ്രപഞ്ചത്തിനെ സംഖ്യകളിൽ കൂടെ, അക്കങ്ങളിൽ കൂടെ നോക്കിക്കാണുന്നു. പ്യുവർ ഇൻ മാത്തമാറ്റിക്കൽ ടേംസ്. സെയിം ഫെനോമിന ഇപ്പുറത്ത് സൗന്ദര്യത്തിൽ കൂടെ നോക്കിക്കാണുന്നു, അത്രേ ഉള്ളൂ. അതും ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. അതായിരുന്നു അല്ല, അതാണ് അതിൻ്റെ സത്യത. ഇന്നത്തെ മോഡേൺ സയൻറ്റിസ്റ്റ്, ഇപ്പോൾ ശരത്തേട്ടൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പണ്ട് കാലത്തുള്ള ഒത്തിരി വലിയ വലിയ സയൻറ്റിസ്റ്റുകളുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞായിരുന്നു. ഇന്നത്തെ ഒരു മോഡേൺ സയൻറ്റിസ്റ്റ്, ഹൂ ഡു യു തിങ്ക് വുഡ് അക്സെപ്റ്റ് ദിസ് ഫോം, നടരാജ ഫോം? ഇന്ന് അനവധി പേരുണ്ടാവും, എല്ലാവരും അറിയണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടെ റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന കാപ്ര പോലുമല്ല, ഹൈസൻബർഗ് തന്നെയാണ്. വെർണർ ഹൈസൻബർഗാണ് 100%. കാരണം ഹി വാസ് എ സയൻറ്റിസ്റ്റ് ഹു ഹാഡ് സം സെൻസ് ഓഫ് പോയട്രി ഇൻ ഹിം. ഞാൻ നേരത്തെ പറഞ്ഞു, കവിത ഉള്ള ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് പറയും, കവി അല്ലാത്തവൻ സയൻറ്റിസ്റ്റ് ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇവിടെ ഐൻസ്റ്റൈനെയും കൂടെ കോട്ട് ചെയ്തിട്ട് ഞാൻ പറയാൻ കാരണമാണ്. ഹൈസൻബർഗാണ് വിത്തൗട്ട് ഡൗട്ട്. പുള്ളിയായിരിക്കും അത് കറക്റ്റായിട്ട് രണ്ട് സൈഡും കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ. ഇപ്പം നമ്മൾ ചിലിയിൽ അറ്റക്കാമ ഡെസേർട്ടിൽ ഒരു സ്റ്റീൽ ടവറിലാണ് ഫസ്റ്റത്തെ ബോംബ് ടെസ്റ്റ് ചെയ്യുന്നത്, ആറ്റം ബോംബ്. അത് 40 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അത് ആവിയായി പോയി. ആ സ്റ്റീൽ ടവർ, ലൈക്ക് നമ്മുടെ ഈ 11 kV ലൈനുകളൊക്കെ പോണേക്കാട്ടിലും വലിയൊരു ടവറിൽ ഓൾമോസ്റ്റ് 200 മീറ്റേഴ്സ് ഹൈറ്റിലുള്ളൊരു ടവറാണ് ഇല്ലാണ്ടായി പോയത് ഒരു സെക്കൻഡ് കൊണ്ട്. അതൊരു സർട്ടൺ ഡിസ്റ്റൻസിലെ വാച്ച് ടവറിൽ നിന്നിട്ട് കാണുന്ന ഓപ്പൻഹൈമറിന് ഗീതയിലെ ശ്ലോകം ദിവിസൂര്യ സഹസ്രസ്യ എന്ന് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 1000 സൂര്യന്മാർ ഉദിച്ചു ചേർന്ന പോലെ അർജുനൻ വിശ്വരൂപം കണ്ടതിനെ അദ്ദേഹത്തിന് തിങ്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ആ ഒരു കവി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സെൻസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. സോ അതേ സെയിം എനിക്ക് തോന്നുന്നത് നടരാജ ഫോമിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ ഹൈസൻബർഗിൻ്റെ അപ്പുറം ഒരാളുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെൻ യു ഡ്രിങ്ക് ഫ്രം ദ ഗ്ലാസ് ഓഫ് ലിവിങ് സയൻസസ് പറഞ്ഞല്ലേ തുടങ്ങണ പുള്ളി. ആസ് യു അപ്രോച്ച് ദ ബോട്ടം യു വിൽ സീ ഗോഡ് സ്റ്റെയറിംഗ് അറ്റ് യു. അദ്ദേഹം ഡാൻസ്, സൈലൻസ് ഓർ മ്യൂസിക്, ഇതിലേതായിരിക്കും വിച്ച് വി ക്യാൻ റിലേറ്റ് ആസ് എ ട്രൂ ഫേസ് ഓഫ് ദി യൂണിവേഴ്സ്? സൈലൻസിനാണ് ബാക്കിയൊക്കെ ഉണ്ടാവണത്. സൈലൻസ് മ്യൂസിക്, മ്യൂസിക് ഡാൻസ്. ഈ കോസ്മിക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടേ ഉള്ള ഒരു നിശബ്ദത, നാദം, ബാക്കിയൊക്കെ സൈലൻസ്, ഓം, വിശ്വം, പിന്നെ വിഷ്ണു, വഷട്കാര, ഭൂതഭവ്യ, ഭഗവത്പ്രഭു, അങ്ങനെ പോവും. സഹസ്രനാമത്തിൻ്റെ സ്ട്രക്ചറേ കിടക്കണ അതിലാണല്ലോ. ഞാനെപ്പോഴും പറയാറുണ്ട്, സഹസ്രനാമം തുടങ്ങണത് ഓമിലല്ല, അതിന് മുമ്പുള്ള സൈലൻസിലാണ്. നമ്മളെ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ തുടങ്ങണ മൊമെൻ്റ് ഒരു സൈലൻസ്, അവിടെയാണ് പോയിന്റ്. ശ്വാസം എടുത്തിട്ടിരിക്കുന്ന ആരും ശ്രദ്ധിക്കില്ല. എല്ലാവരും വിചാരിക്കണം ഓമിലാണ് തുടങ്ങണമെന്ന്. അതിന് മുമ്പുള്ള സൈലൻസിലാണ് തുടക്കം. സൈലൻസാണ്.
ആ സൈലൻസ് അന്വേഷിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. ഓക്കെ. ഈ ഡാൻസും ഈ മ്യൂസിക്കും ഒക്കെ താളം തെറ്റിപ്പോയാലും ബേഴ്സൊക്കെ ആയാലും ക്യാവട്ടിക് ആയാലും എൻഡ് ഓഫ് ദി ഡേ ഓൾ ഓഫ് us ഹാവ് ടു റിട്ടേൺ ടു ദി സൈലൻസ്. ആ സൈലൻസിലേക്കാണ്. അപ്പോൾ സൈലൻസാണ്. ട്രഡീഷൻ ഓർ മോഡേൺ ഫിസിക്സ് സർപ്രൈസ് ചെയ്യുന്നത് ഇതിൽ ഏതായിരിക്കും? ട്രഡീഷൻ, എന്തോ സംശയം. കാരണം വാട്ട് മോഡേൺ ഫിസിക്സ് ഈസ് ഫൈൻഡിങ് ഔട്ട് നൗ ദേ ഹാവ് ഫോർസോഡ് ലൈക്ക് അന്നേ ഫോർസീൻ ദി ഹോൾ തിങ്. അല്ലെ മുന്നേ കൂട്ടി പാരമ്പര്യം മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ് മറ്റൊരു തലത്തിൽ കൂടെ നമ്മൾ സയൻസിൽ പഠിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അതുകൊണ്ട് പാരമ്പര്യം തന്നെയാണ്, ട്രഡീഷൻ തന്നെയാണ്, ഒരു സംശയമില്ല. ഈ കോസ്മിക് ഡാൻസ് അല്ലെങ്കിൽ താണ്ഡവ നൃത്തം, നടരാജ നൃത്തം എന്നൊക്കെ പറയും, ഇതെപ്പോഴും മൂവ്മെൻ്റ് ഉള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. ഇത് നിർത്തുന്നൊരവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? കൊളാപ്സ് ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ കൊളാപ്സാണ്. യൂണിവേഴ്സിൻ്റെ കൊളാപ്സ് എന്ന് പറയുന്നതിനെ തന്നെയാണ് ആ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. അത് ഈവൻ തമിഴ് സിനിമയിൽ ഇതില്ല, തിരുവിളയാടലിൽ പാട്ടും ഞാനേ ഭാവവും ഞാനേ എന്ന് പറഞ്ഞ പാട്ട് അത് പറയണേ, ഞാൻ പാട്ട് നിർത്തിയ ഈ ഉലകമൊക്കെ അങ്ങനെ നിന്നു പോകും എന്നൊരു വരി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തമിഴ് ശൈവത്തിൻ്റെ ഒരു കോർ ഫിലോസഫിയാണ്. റൈറ്റ്. ആ വൈബ്രേഷൻ നിന്ന പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ നൃത്തം നിന്ന വെൻ ഓൾ വൈബ്രേഷൻ സീസ് ടു സ്റ്റോപ്പ്, സീസ് ടു എക്സിസ്റ്റ് എന്ന് പറയില്ലേ, അതാണ് ശരിക്കും പ്രളയം. പ്രലയം, ആദ്യത്തെ ലയം എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ വിചാരം പ്രളയം പറഞ്ഞാൽ വെള്ളം വരികയാണെന്നാണ്. വെള്ളമല്ല അത്. എല്ലാ വൈബ്രേഷൻസും അങ്ങോട്ട് ഒരൊറ്റ ഫുൾ ഒരു സഡൻ ബ്രേക്ക് ഇട്ട മാതിരി ഞങ്ങൾ ഒരടി അടിച്ച് അങ്ങോട്ട് നിന്നാൽ എല്ലാം പോയി. ഈ ബോഡിലി സ്ട്രക്ചേഴ്സൊക്കെ പോയില്ലോ. കാരണം ഇതൊക്കെ ഓരോ വൈബ്രേഷൻസ് കൊണ്ടല്ലേ ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കാണാവുന്ന രൂപത്തിലിരിക്കുന്നത്. ഈ വെളിച്ചമായിട്ട് നമ്മുടെ ശരീരമായിട്ട് വരും, ഇത് മുഴുവൻ ഇല്ലാണ്ടായി പോകും. അത് ഫ്രം ദ ലെവൽ ഓഫ് ക്വാർക്സ്, ഇലക്ട്രോൺസ് പോലും ഇല്ല, ക്വാർക്സിൻ്റെ ലെവലിൽ ഏറ്റവും എന്താ നമ്മൾ ഹിഗ്സ് ബോസോൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, അതന്നെ ഏറ്റവും ആ താഴത്തെ ലെവലിൽ ഇല്ലാണ്ടാവും. നടരാജ വിഗ്രഹം അല്ലെങ്കിൽ നടരാജ കോൺസെപ്റ്റ്സ്, ഇതിനകത്തൊക്കെ ശരത്തേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഫേവറിറ്റ് ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വചനങ്ങളോ ഉണ്ടാവുമോ നടരാജ കോൺസെപ്റ്റിലുള്ള? എനിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുമാരസ്വാമിയുടെ ആനന്ദ കുമാരസ്വാമി പറഞ്ഞത്, ഈ പെർഹാപ്സ് ലൈക്ക് ദിസ് ഈസ് ദി representation of the play of God or activity of God, which this is the best representation of the activity of God which any art form or religion can boast of എന്ന് പറഞ്ഞു പുള്ളി. അതിൻ്റെ മുകളിൽ ഒന്നുമില്ല, ഇതൊരു ഫൈനൽ വേർഡാണ്, ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. എംഫസൈസ് ചെയ്ത് പറഞ്ഞായിരുന്നു ബോസ്റ്റ് ഓഫ് എന്നുള്ള. അതെ ഞാൻ പറഞ്ഞല്ലോ, ബോസ്റ്റ് ഓഫ് എന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കലയാണെങ്കിലും മതമാണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഒക്കെ ഈശ്വരൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഇതിലും മനോഹരമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേറൊരു രൂപമില്ല എന്നാണ് പറഞ്ഞിട്ടില്ല. എന്താണ് ഈശ്വരൻ ചെയ്യുന്നത് പ്രപഞ്ചത്തിൽ? അതായിരുന്നു എൻ്റെ ലാസ്റ്റ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇവിടെ ക്ലോസിങ്ങിലായിട്ട് ഞാൻ പറയാൻ വെച്ചിരുന്നത് ഇതായിരുന്നു. ഡോക്ടർ കാപ്ര തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്റ്റിക്സിന് സയൻസിന് ആവശ്യമില്ല, ബട്ട് ഹ്യൂമാനിറ്റി നീഡ്സ് ബോത്ത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടിൻ്റെയും മീറ്റിംഗ് പോയിന്റിൽ അംഗീകരിച്ചാൽ മതി. ഒന്ന് വേറൊന്നാണെന്ന് പറയണതാണ് അപകടം. ഇവർ ഇപ്പോൾ സയൻസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് മറ്റുള്ളതൊക്കെ നോൺസെൻസ് ആണെന്ന് പറയുന്ന പോലെ തന്നെ അപകടമാണ് ഈ ഋഷിമാരുടെ കണ്ടെത്തലുകളൊക്കെ സയൻസ് ആയിരുന്നു എന്ന് പറയണത്. ഇത് രണ്ട് തന്നെയാണ്, രണ്ട് റൂട്ടാണ്. പക്ഷേ ദേ വിൽ കൺവെർജ് ഫൈനലി. രണ്ട് കൂട്ടരും അന്വേഷിച്ച ഒറ്റ കാര്യമാണ്. ഒരു വിഭാഗം അകത്തേക്ക് പോയി അന്വേഷിച്ചു, ഒരു വിഭാഗം പുറത്ത് അന്വേഷിക്കണം. എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അന്വേഷിക്കുന്നതും എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് അന്വേഷിക്കുന്നതും എൻഡ് ഓഫ് ദി ഡേ ഒന്നായിട്ട് മാറും. ഇത് തിരിച്ചറിയലാണ് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തരം സ്ലേവറിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ സ്ലേവറി, അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്നുള്ള പേരുള്ള അപ്പുറത്തെ സൈഡിലെ സ്ലേവറി. അതിൽ പെടാതെ നോക്കുക, മനസ്സ് തുറന്നു വയ്ക്കുക, അത്രയൊക്കെ ചെയ്താൽ മതി. അതെ അതെ. നമ്മളുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ചാനലിൻ്റെ 1111 സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാനലിൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു ശരത്തേട്ടൻ. അതെ. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുക്കളും സാധാരണക്കാർക്ക് അവരുടെ ഡെയിലി മുണ്ടെയിൻ ലൈഫിൽ എങ്ങനെയായിരിക്കും ഹെൽപ്ഫുൾ ആവുക, അതിൽ എന്തൊക്കെയായിരിക്കും അവിടെ വേദങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതെല്ലാം സാധാരണക്കാർ എഴുതിയതും അവർക്ക് വേണ്ടിയിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞ മോസ്റ്റ് കോംപ്ലെക്സ് ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിംപ്ലിഫൈഡ്, എന്നെ പോലുള്ള ആൾക്കാർക്ക് വരയ്ക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്
ശരത്തേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നിരിക്കുന്നത്. ഇപ്പോൾ 2 പോഡ്കാസ്റ്റിലും എനിക്ക് ഒത്തിരി ടേക്ക് ബാക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ശരത്തേട്ടൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അതായത് தெரிஞ்சது கையளவு தெரியாதது கடல் அளவு. തീർച്ചയായിട്ടും. എന്നെ പുറത്ത് വരയ്ക്കും உங்களுக்கு தெரிஞ்சது அந்த 7 കടൽ. ഇല്ല ഇതൊന്നുമല്ല, ഒന്നുമല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ സബാറ്റോമിക് പാർട്ടിക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കാപ്രയുടെ തന്നെ ഫിലോസഫി, കാപ്ര ഇതിനെ കണക്ട് ചെയ്യുന്നത് തന്നെ ശരിക്കും ഒരു ഫുൾ പോഡ്കാസ്റ്റിനുള്ള വകുപ്പാണ്. പോഡ്കാസ്റ്റ് അല്ല, പല എപ്പിസോഡ്സുള്ള ഒരു പോഡ്കാസ്റ്റുള്ള വകുപ്പുണ്ട്. ഞാൻ ആ ബുക്ക് വായിക്കാൻ ശ്രമിച്ചായിരുന്നു, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിനകത്ത് നടരാജൻ നൃത്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോയ, നടരാജൻ തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോയ, നടരാജൻ ഭക്തിയുടെ കാഴ്ചപ്പാടിൽ പോയ, നടരാജനെ ഫിസിക്സിൻ്റെയോ സയൻസിൻ്റെയോ ഒക്കെ കാഴ്ചപ്പാട് കൊണ്ടുപോയ, നടരാജനെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ബ്ലോക്കാണ്, വലിയ വലിയ മാസീവ് എന്താ പറയുക ഏരിയാസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടരാജൻ അൺഎക്സ്പ്ലോർഡ് ഏരിയയാണ് ഇപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞു, ഒരു റീജിയണൽ കൺസെപ്റ്റാണ് ശരിക്കും നോക്കിയാൽ. ഭാരതത്തിൻ്റെ വിശാലമായിട്ടുള്ള ശൈവത്തിൻ്റെ ഇതിലൊന്നും നടരാജൻ അങ്ങനെ കാണാൻ പറ്റില്ല. പറയും ഭഗവാൻ നൃത്തം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അതിൻ്റെ എന്താ പറയുക യഥാർത്ഥ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിനെ ഒരു വർഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സിസ്റ്റം ഉണ്ടായത് ഈ ചോളനാട്ടിലാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി എങ്ങനെയാണ് അത് ഉണ്ടായി വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാരണം ഈവൻ പല ഘടകങ്ങളുണ്ട് ഇതിൽ, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം അമ്മയ്ക്ക് കാണാൻ അച്ഛൻ നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം പ്രകൃതി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന നൃത്തത്തെ, തൻ്റെ തന്നെ ബീയിങ്ങിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് കോൺഷ്യസ് ആവലാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. ഇതാണ് ദേവി ഇരുന്ന് ശിവൻ്റെ നൃത്തം കാണുന്നു എന്ന് പറഞ്ഞതിൻ്റെ കോർ സംഭവം. അപ്പോൾ ആരാ താളമിട്ട് കൊടുക്കുന്നത്? നന്ദികേശ്വരനാണെന്നും വിഷ്ണുവാണെന്നുമുണ്ട്. നന്ദികേശ്വരനാണെങ്കിൽ ധർമ്മമാണ് താളം ഇട്ട് കൊടുക്കണമെന്ന് അർത്ഥമായി. നന്ദികേശ്വരൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിനറാണ് ഈ താളം ഇട്ട് കൊടുക്കണം. ഈ താളം നിലനിർത്തി കൊടുക്കണമെങ്കിൽ ഈ സസ്റ്റെയിനിങ് ഫോഴ്സ് വേണം. മനസ്സിലായില്ലേ? പക്ഷെ ആ താളത്തിൻ്റെ ബേസ് എവിടുന്നവരാണ്? ഈ ഡാൻസറുടെ ഡക്കയം തന്നെ. ഓക്കെ, ആ ഡക്ക കൊട്ടുന്ന കൺട്രോളിൽ തന്നെ അനുസരിച്ചാണ് ഇവിടെ മൃദംഗം വായിക്കുന്നത്. അതിനും ഒരു സംഭവമുണ്ട്. വേറെ താള ചണ്ട മത്തളമൊന്നുമല്ല കൊട്ടണം, മൃദംഗമാണ് കൊട്ടണത്. മൃദംഗം എന്ന് പറയുമ്പോൾ തന്നെ വെച്ചാൽ മണ്ണിൽ നിന്നുണ്ടായതെന്നർത്ഥം. ഹ്യൂമൻ ബോഡിയുടെ സിമ്പിളാണത്. ഞാനിപ്പോൾ ഇട്ട് തരുന്ന സ്കാറ്റേഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ വീട്ടിൽ പോയിട്ട്. അപ്പോൾ കിട്ടും. ഇതിൻ്റെ അകത്തൊക്കെ കുറേ സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു തലത്തിൽ ചുമ്മാ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതല്ല, ഇത് അവിടെ ഉള്ളതിനെ കണ്ടതാണ്. അപ്പോൾ അത് അത്രയും ഹോൾസമാണ്. അതിൽ എന്തൊക്കെ മീനിങ്സ് കൊണ്ടുവരാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു ഹ്യൂമൻ ബ്രെയിൻ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഫേസ് സെറ്റ് എടുത്തിട്ട് ഒന്ന് കണ്ടപ്പോൾ തന്നെ ഇത്രയും ഇൻ്റർപ്രിട്ടേഷൻസ് വന്നു. ഇൻ്റർപ്രിട്ടേഷൻ അല്ല, അതിൻ്റെ യഥാർത്ഥ ഫേസ് സെറ്റ്സ് തന്നെയാണത്. ഇൻ്റർപ്രറ്റ് ചെയ്യുക പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റിവിറ്റി ഉണ്ട്. ഈ ആബ്സല്യൂട്ട് ക്വസ്റ്റ്യൻ സോക്രട്ടീസ് ചോദിപ്പിക്കുന്ന പേരുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഈ സ്ട്രെയിറ്റ് ആബ്സല്യൂട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടേണ്ട തരം ഉത്തരങ്ങളുണ്ട് ഇതിൽ. നടരാജമൂർത്തി അതിന് പറ്റിയൊരു ബൗൺസ് ബോർഡാണ്. നമ്മളിങ്ങനെ ഇട്ടുകൊടുത്താൽ മതി, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ അകത്തുനിന്ന്. അതിനെ നമ്മളൊരു ഡെയിഫൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ദേവൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ചുരുക്കുക. ശരിക്കും അങ്ങനെ അല്ല. അത് ജഡയ്ക്ക് തന്നെയുണ്ട് കണക്ക്. ജഡയ്ക്കൊക്കെ അനവധി കണക്കാണ്. ജഡയ്ക്ക് കണക്ക്, തോൾപൂട്ടിൻ്റെ കണക്കുകൾ, പിന്നെ ഈ കയ്യിലുള്ള സർപ്പം, കഴുത്തിലുള്ള സർപ്പം. ഇത് താണ്ഡവം വർദ്ധിക്കുന്നതോറും ഈ സർപ്പം ആക്ടിവേറ്റഡ് ആവും. കുണ്ടലിനി അങ്ങോട്ട് വയലൻ്റ് ആവണതിൻ്റെ ഇതുണ്ട് യോഗിക്കായിട്ട്. അപ്പം നാച്ചുറൽ ഈ സർപ്പം തന്നെ ഭഗവാനെ നോക്കിയിട്ട് അലറും, ചീറ്റും അലറും ചെയ്തുകൊണ്ടിരിക്കും. അതും ആ ഫ്രൻസിയിൽ വരികയാണ്. ഈ ഡാൻസിൻ്റെ താളത്തിൻ്റെ ഫ്രൻസി. എന്നാൽ ആ ഫ്രൻസിയിലും താളമുണ്ട് എന്നുള്ളതാണ്. അവിടെയും കണക്കുണ്ട്. ഡിസോർഡറിൻ്റെ ഉള്ളിൽ ഓർഡർ, ഓർഡറിൻ്റെ ഉള്ളിൽ ഡിസോർഡർ എന്ന് പറയും, ഡിസോർഡറിൻ്റെ ഉള്ളിൽ ഓർഡർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ക്യാവസ് തിയറി ഒക്കെ ഉണ്ടല്ലോ, കുറേ സാധനങ്ങളൊക്കെ ഇല്ല. ഇതൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. തന്നെ അതുമാതിരി ഈ മിഹാലി, അദ്ദേഹത്തിൻ്റെ എന്താ മിഹാലിയെ അങ്ങനെ ഒരു പേരുണ്ട്, എനിക്കുള്ള പേര് പറഞ്ഞത് ഫ്ലോ തിയറി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം. സിമ്പിളായിട്ട് വരും. നൈരന്തര്യം, കണ്ടിന്യൂവേഷൻ. ഫ്ലോ തിയറിയുടെ ഒരു ഉഗ്രൻ എക്സാമ്പിളാണ് നടരാജമൂർത്തി. അതുകൊണ്ട് മോഡേൺ വേൾഡിൽ വന്നിട്ടുള്ള പല തിയറികളെയും നമുക്ക് സുഖമായിട്ട്, സയൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഫിലോസഫിയുടെ തന്നെ സ്കൂൾ സ്ട്രീംസ്, ഇതൊക്കെ വന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും അതാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു വാലിഡേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഈ കുഴപ്പം പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി E=mc² ഋഷിമാർ പറഞ്ഞു വെച്ചതെന്നുള്ള മണ്ടത്തരം പറയരുത്. അത് സയൻസിൻ്റെ വഴിയാണ്, അവരുടെ വഴി വേറെ. അത് രണ്ടും മെർജ് ചെയ്യുന്ന പോയിൻറ്റുകൾ കണ്ടെത്തുക, അത്രേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം.
വീണ്ടും ഒരിക്കൽ കൂടെ വരാൻ സാധിച്ചാലും നല്ലൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചാലും താങ്ക് യു ശരത്തേട്ട. നാരായണ താങ്ക് യു സോ മച്ച്. ഗുരുവായൂരപ്പ.